എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. വർഷയും ശ്രീകാന്ത് തമ്മിൽ അവസാനം വഴക്കുണ്ടാവുകയാണ്. പിന്നീട് വർഷ ശ്രീകാന്തിനോട് പറഞ്ഞു, എന്നാലും നീ ഇത്രയ്ക്ക് ദുഷ്ടാന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അപ്പൊ നീ എന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചല്ലേ, എന്നോട് ഇഷ്ടം ഉണ്ടായിട്ട് കല്യാണം കഴിച്ചല്ലേ എന്ന് ചോദിക്കണം. ഇതേ പക്ഷേ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാം. വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയാം. ഇത്രയും ദിവസം നീ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞിരുന്നു കഴിഞ്ഞപ്പോ ഞാൻ അതെല്ലാം കേട്ട് ക്ഷമയോടെ കാത്തിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമെന്നർത്ഥം. പക്ഷെ ഓരോ ദിവസം നിനക്ക് അവരോടുള്ള ആ ഒരു സെന്റിമെന്റ്സ് കൂടി വരുന്നല്ലാതെ കുറയുന്നില്ലല്ലോ ശ്രീകാന്ത് എന്ന് പറയാം. ഇപ്പൊ എനിക്ക് മനസ്സിലായി, എന്നോട് നിനക്കൊരു സ്നേഹമില്ല. ഇപ്പോഴും കല്യാണം കഴിച്ചുകൊണ്ട് വന്നെന്ന് മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ ഉപരി നിനക്ക് എന്നോടൊരു സ്നേഹം എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ലെന്ന് പറയാം. പക്ഷെ നീ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം. പിന്നെ എങ്ങനെ ഞാൻ പറയണം? എന്ത് പറഞ്ഞാലും ഉണ്ട് ഒരച്ഛന്റെ അമ്മയുടെ കാര്യം. അതെ, അച്ഛന്റെ അമ്മയുടെ കാര്യം തന്നെ എനിക്ക് മുഖ്യം. അതെ, നീ ഒറ്റ ഒരാൾ കാരണോ? അല്ലെങ്കിലോ? ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും വർഷയ്ക്ക് അങ്ങ് ദേഷ്യം വന്നു. ഓഹോ, അപ്പൊ ഞാനാ പ്രശ്നമല്ലേ? അന്ന് കാണിച്ചു തരാൻ വേണ്ടി വർഷം പെട്ടെന്ന് ബാഗ് കൊടുത്തിട്ട് പോകാൻ തുടങ്ങുക. ശ്രീകാന്ത് ചോദിച്ചു, നീ എങ്ങോട്ടാ പോണേ? ഞാൻ എങ്ങോട്ട് പോയാലും ശ്രീകാന്തിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. എന്നാ ചെല്ല്, നീ എങ്ങോട്ടാന്ന് വെച്ചാൽ ചെന്നിട്ട് വരാൻ പറയണം. വർഷം ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ പുറത്തെ പോകാനായിട്ട് സ്കൂട്ടി ഇല്ല. നേരത്തെ അവിടെ സ്കൂട്ടി ഉണ്ടായിരുന്നു. ഇപ്പൊ വീട്ടിൽ നിന്ന് പിണങ്ങി പോകുന്നോണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞുകൊണ്ട് സ്കൂട്ടി എടുത്തിട്ടില്ലല്ലോ. അപ്പൊ ആകെപ്പാടെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് അകത്തേക്ക് വരുക. എന്ത് ചെയ്യാന്ന് പറ, എന്റെ തലവര, അല്ലാതെ എന്ത് ചെയ്യാനാന്ന് പറ. ഇപ്പൊ എന്താ പ്രശ്നം? നിന്റെ കൂടെ കൂടിയതുകൊണ്ട് എനിക്കാണെങ്കിൽ ഇപ്പൊ ഒന്നും ഇല്ലാത്തൊരവസ്ഥ എത്തിയെന്ന് പറയണം. ഓ, ഇപ്പൊ അങ്ങനെ തോന്നി തുടങ്ങിയെന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത്. അല്ല പിന്നെ ഞാൻ എങ്ങനെയാ പറയണ്ടേ? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടുകാരെങ്കിലും എന്നെ തിരികെ വീട്ടിലേക്ക് വിളിച്ചു. പക്ഷെ നിന്നെയോ? നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്നോട് ഭയങ്കര സ്നേഹമാണെന്നല്ലേ പറഞ്ഞേ. എന്നിട്ടോ അവർ നിന്നെ വീട്ടിലേക്കെങ്കിലും വിളിച്ചോന്ന് ചോദിക്കുക. ഇത് കേട്ടതും ശ്രീകാന്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു സങ്കടമായിപ്പോയി. പക്ഷെ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. നടന്നാ പോയെന്നുള്ള ശ്രീകാന്തിന് മനസ്സിലായി ആ കാര്യം. ഇത്രയും ദിവസം സ്കൂട്ടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തന്റെ കൂടെ ആയിരുന്നു. ഇപ്പോഴാണ്ടേ ഒന്നുമില്ലാത്തൊരവസ്ഥയെ നടന്നു പോന്നെ. ശ്രീകാന്തിന് സങ്കടവും ദേഷ്യമെല്ലാം ഒരുമിച്ചുണ്ടായി. അങ്ങനെ ദേഷ്യപ്പെട്ട് വർഷം അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിയുമ്പോഴത്തേനും റോഷന്റെ കാർ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. റോഷൻ കണ്ടു പക്ഷെ അങ്ങോട്ട് ഇറങ്ങിപ്പോന്നെ. അന്ന് തന്നെ ഗിഫ്റ്റ് മേടിക്കാണ്ട് പറഞ്ഞു വിട്ടിട്ട് പോയവളാ. എന്നിട്ട് പോന്ന് പോക്കണ്ടില്ല. ഇവളെ അങ്ങനെ വെറുതെ വിട്ടുകൂടാ. ഇവളെ കൊട്ടൊരു പണി കൊടുക്കണം എന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ കാറെടുത്ത് വർഷയുടെ പുറകെ വർഷനെ ഫോളോ ചെയ്ത് അങ്ങോട്ട് പോവാണ്. അപ്പത്തേനുമാണ് ശ്രീകാന്ത് അങ്ങോട്ട് വരുന്നത്. ശ്രീകാന്ത് വന്നിട്ട് എന്ത് ചെയ്യണം, ബൈക്കും കൊണ്ട് വന്നിട്ട് നേരെ വർഷയുടെ അടുത്തേക്ക് ചവിട്ടി നിർത്തുവാണ്. പെട്ടെന്ന് വർഷം തിരിഞ്ഞു നോക്കി. ശ്രീകാന്തിനെ കണ്ടപ്പിച്ച് എന്താ എന്താ കാര്യം ചോദിക്കാം. കേറ്, വണ്ടിയിലേക്ക് കയറെന്ന് പറയണേ. എന്തിന്? അല്ല എവിടെയാന്ന് വെച്ചാൽ നിന്നെ കൊണ്ടുവിടാന്ന് പറയണ. തൽക്കാലത്തേക്ക് എന്നെ ഒരിടത്തേക്ക് കൊണ്ടുവിടണ്ട. അതെ, ഈ സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനി കൂടുതൽ എന്നെ സ്നേഹിക്കണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അങ്ങോട്ട് വന്നൊരു ഓട്ടോറിക്ഷയ്ക്ക് കൈ അണിച്ച് അത്തേലേക്ക് അങ്ങോട്ട് കയറുവാണ്. ശ്രീകാന്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയപ്പോ. ആ സമയത്ത് രോഷ ശ്രീകാന്തിനെ നോക്കി. ഓഹോ, അപ്പൊ ഇവനാണ് അവൻ. അന്ന് ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് തന്നെ പരിചയപ്പെട്ടവന്, അന്ന് വർഷയുടെ കൂടെ കണ്ടവന്. എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടി തന്നോട് പെരുമാറി. അപ്പം ഇവളെല്ലാം കരുതി കൂട്ടി ചെയ്തതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവനൊട്ടും കൂടെ ഒരു പണി കൊടുക്കണമല്ലോ. കൃത്യസമയത്ത് തന്നെ ഇവൻ ഇങ്ങോട്ട് വന്നു. അല്ലെങ്കിൽ അവൾക്കിട്ട് ഇപ്പൊ ഒരു പണി കൊടുത്തേനോ. അവൾക്കിട്ട് ഇപ്പൊ ഒരു പണി കൊടുത്താൽ തന്റെ മനസ്സിനൊരു സമാധാനം കിട്ടിയേനോ. അങ്ങനെയൊക്കെ റോഷന്റെ മനസ്സിൽ ചിന്തിക്കുക. എന്നാലും അങ്ങനെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. എന്ത് ചെയ്യണം തനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങ് തിരികെ പോവാണ്. പിന്നീട് വർഷ നേരെ ഡബിൾ സ്റ്റുഡിയോയിലേക്ക് വരുവാണ്. അപ്പം വർഷനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അയാൾ വെച്ച് ഇതെന്ത് പറ്റി വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്, ഞാനാണെങ്കിൽ വേറെ ആളെ ഏർപ്പാടാക്കിന്ന് പറയാ. അതൊന്നും കുഴപ്പമില്ല സാർ. അല്ല കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ അറിഞ്ഞെന്ന് പറയാണ്. അതൊക്കെ അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് നടന്നു. ആരോടും അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നും പറ്റിയില്ലെന്ന് പറയണ. ഓഹോ, എന്നാ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു പറയാ. അതൊന്നും കുഴപ്പമില്ല സാർ, ഞാൻ ഇപ്പൊ തന്നെ ചെയ്തോളാം എന്ന് പറയാണ് എന്റെ ജോലി എന്നും പറഞ്ഞിട്ട് സ്റ്റുഡിയോയിലേക്ക് അങ്ങോട്ട് കയറുവാണ്. അങ്ങനെ കയറി കഴിഞ്ഞിട്ട് അവൾക്ക് ഡബ് ചെയ്യാൻ കിട്ടിയതോ ഈയിടെ കല്യാണം കഴിഞ്ഞ ഒരു ഭാര്യയുടെ ഭർത്താവിന് സീന. അവര് സ്നേഹിച്ച കല്യാണം കഴിച്ചാണ്. കാമുകമാരായിരുന്നു. അപ്പൊ അവരുടെ ആ ഒരു രംഗമാണ് കിട്ടിയത്. അങ്ങനെ അത് വായിച്ചു നോക്കി പിന്നെ ഒരു നിമിഷം വർഷം ഒന്ന് ഞെട്ടിപ്പോയി. കാരണം ഭാര്യ ഭർത്താവിനോട് പറയാം, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര 2-3 മാസമുള്ള അതിനുള്ളിൽ തന്നെ നിനക്ക് എന്നെ മടുത്തില്ലേ? എന്നാലും നീ ഇതുപോലൊരു ചതി എന്നോട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ അച്ഛനും അമ്മേനെ എല്ലാം ഉപേക്ഷിച്ചിട്ട് നിന്നോടൊപ്പം ഞാൻ കൂടി പോന്നതല്ലേ? എന്നിട്ട് നിനക്ക് ഈ 3-4 മാസം കൊണ്ട് എന്നെ മടുത്തല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഭാര്യ ഭർത്താവിനോട് പറയുന്ന രംഗമാണ്. ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ സൗണ്ട് എഞ്ചിനീയറോട് ചോദിച്ചു, ഇതെന്താ സാർ എന്ന് ചോദിക്കാം. എന്താ പക്ഷെ ഈ ഡയലോഗ് ഇതുവരായിട്ട് മാറ്റാറായില്ലേ നിൽക്കും. അല്ല ഇതെന്തിനാ മാറ്റണേ? ഇതൊക്കെ പഴയതല്ലേ സാർ. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാനായിട്ട്? എന്റെ സാർ പഴയത് അതൊക്കെ. ഇപ്പോഴങ്ങനെയല്ല. കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ തന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചാറാണെങ്കിൽ അവർ തമ്മിലുള്ള സ്നേഹമൊക്കെ ഇല്ലാതാവെന്ന് പറയാം.
അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാനായിട്ട്? വർഷയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞല്ലോ എന്ന് ചോദിക്കും. എന്ത് ചെയ്യാനാ സാർ, അത് അങ്ങനെയൊക്കെയാ. നമുക്ക് തോന്നും കല്യാണത്തിന് മുമ്പ് അങ്ങനെ ഭയങ്കര സ്നേഹമായിരിക്കും, കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നത്. പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ അല്ലേ എല്ലാവരും തനി സ്വരൂപം അറിയാൻ പോകുന്നത്. അതൊക്കെ പണ്ടായിരുന്നു 60 ദിവസമെങ്കിലും സ്നേഹം നിലനിൽക്കുന്നത്. ഇപ്പൊ 2 ദിവസം പോലും നിലനിൽക്കുന്നില്ല. 2-ാം ദിവസം തന്നെ അടിച്ചു പിരിയുക സാധാരണ എല്ലാരും ചെയ്യുന്നതെന്ന് പറയണം. പെട്ടെന്ന് അയാൾ പറഞ്ഞു, ഓഹോ, അപ്പൊ വർഷയുടെ ജീവിതം അങ്ങനെ തീർന്നു നിൽക്കുക. ഇല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞോളൂ സാർ, സാരമില്ല, ഇത് തന്നെ മതി, ഇനിയിപ്പോ ഡയലോഗ് ഒന്നും മാറ്റണമെന്ന് പറയാണ്. പിന്നെ വർഷ അങ്ങ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് സച്ചി ആകെപ്പാ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പൊ സച്ചിയുടെ അടുത്ത് മഹേഷ്, ഇത് എന്ത് പറ്റിയടാ, നീ എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണെന്ന് ചോദിക്കും. ഒന്നുമില്ല, എന്തോ കാര്യമായിട്ടുണ്ട്, എന്താ കാര്യം എന്താന്ന് പറ. അറിയാലോ, എനിക്ക് ശ്രീകാന്തിന്റെ കാര്യം ഓർത്തിട്ട് ഒരു സമാധാനം ഇല്ലെന്ന് പറയാ. നീ എന്തിനാ എപ്പോഴും അവന്റെ കാര്യം ഓർക്കുന്നേ? എടാ, ഇങ്ങനെയാ ഇങ്ങനെയൊക്കെ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ അതൊക്കെ. സ്നേഹിച്ച് കല്യാണം കഴിക്കുന്ന അതിന് നീ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? എടാ, സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെങ്കിൽ അവൻ അച്ഛനെ ഇത്ര നാണം കെടുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ? കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് അവന് ധൈര്യത്തോടെ അച്ഛനും ഉന്നീന്ന് കാര്യങ്ങൾ പറയായിരുന്നല്ലോ. അതിനിപ്പോ അവന് പകരം അവൻ അവളെ കൊണ്ട് ഒളിച്ചോടി. എന്നിട്ട് സംഭവിച്ചെന്താ? അവസാനം വന്നു കഴിഞ്ഞപ്പോ തന്നെ എന്റെ അച്ഛൻ ലോക്കപ്പിൽ കയറി. എല്ലാവരും മുന്നിൽ നാണം കിട്ടും. അച്ഛന്റെ മുഖം ഓർത്തേമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാ. എടാ, ഇനിയിപ്പൊ നീ അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, ആ വിഷയം അങ്ങോട്ട് വിട്ടാരേ. അതോർത്ത് നീ ടെൻഷൻ അടിക്കണമെന്ന് പറയാ. എനിക്കതങ്ങനെ വിടാൻ പറ്റുന്നില്ലടാ, ഇത് ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു, അവന് തുടങ്ങി. ഇനിയിപ്പൊ നീ അതോർത്ത് ടെൻഷൻ അടിച്ചിട്ടോ അവരുടെ കല്യാണം കഴിഞ്ഞാ അവര് സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് പറയണം. അവനെന്റെ കൈ കിട്ടും, അധികം വൈകാതെ കിട്ടുമെന്ന് പറയണം. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിയുടെ ഒരു കൂട്ടുകാരൻ അങ്ങോട്ട് വരുവാണ്. അവനെ കണ്ടത് സച്ചി ചോദിച്ചു, അല്ല നീ എവിടെ പോയതായിരുന്നടാ? എടാ, ഞാൻ പെണ്ണ് കാണാൻ പോയതായിരുന്നു. പെണ്ണ് കാണാനോ? ആഹാ, അത് കൊള്ളാലോന്ന് മഹേഷ് പറയാണ്. അപ്പൊ കല്യാണമൊക്കെ അല്ലേന്ന് ചോദിക്കുവാണ്. സച്ചി പറഞ്ഞു, നിനക്ക് വേറെ ഒരു പണിയില്ലേടാന്ന് ചോദിക്കും. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? അല്ല എന്റെ പൊന്നേടാ, കല്യാണം കഴിക്കുന്നേക്കാളും ഭേദം കല്യാണം കഴിക്കാതിരിക്കുന്ന. അപ്പൊ നീ നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ പറഞ്ഞേ, അതൊക്കെ അന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കല്യാണം കഴിക്കണ്ടായിരുന്നു. കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലേ നീ പെട്ടുപോടാ മോനെ, അതിനേക്കാളും നല്ല കല്യാണം കഴിക്കാതിരിക്കുന്നാന്ന് പറയണം. മഹേഷ് പറഞ്ഞു, ഇവൻ എങ്ങനെയൊക്കെ പറയും, നീ എന്നും കാര്യമാക്കി എടുക്കണമെന്ന് പറയണം. അല്ല, നിനക്ക് നിന്റെ ഭാര്യയോട് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ രണ്ടുപേരും കൂടെ, എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റിയടാ സച്ചിന്ന് ചോദിക്കുകയാണ്. അതൊക്കെ അപ്പോഴങ്ങനെയൊക്കെയാ, പിന്നെയല്ല ഓരോരുത്തരുടെ സ്വഭാവം നമുക്ക് ശരിക്കും മനസ്സിലാവുന്നേ. അതൊക്കെ ഓർക്കുമ്പോ തന്നെ എനിക്ക് നല്ല ദേഷ്യം വരുവാന്ന് പറയണം. അപ്പോഴാണ് മഹേഷ് രേവതി വരുന്നുണ്ട്. ഇതേടാ സച്ചി, നിന്റെ ഭാര്യ വരുന്നു പറയണം. ഇത് കണ്ട ഉടനെ സച്ചി എന്ത് ചെയ്യാണ്, പെട്ടെന്ന് തന്നെ കാറിലേക്ക് അങ്ങോട്ട് കയറി. കാർ ഓടിച്ച് അങ്ങോട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും രേവതിയെ കാറിന്റെ മുന്നിലേക്ക് അങ്ങോട്ട് കയറുന്നു. 2-3 തവണ സച്ചി ഓണടിച്ചു. പക്ഷെ രേവതി ആരാ മോള്, രേവതി മാറാനായിട്ട് കൂട്ടാക്കില്ല. അവസാനം സച്ചി മടുത്ത് കഴിയുമ്പോൾ സച്ചി കാറിനകത്തും കൂടെ ഇറങ്ങി വന്നു. നിനക്ക് എന്താ വേണ്ടേ, നീ എന്തിനാ എങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. എനിക്ക് സച്ചിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണെന്ന് പറയും. എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനല്ല, മരിക്ക് പോകാൻ നോക്കാൻ പറയണം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് സംസാരിക്കാനുള്ള കാര്യം സംസാരിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. അത് വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിലോ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. എന്റെ വീട്ടിലേക്ക് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അമ്മ പറയും ഭർത്താവിന്റെ വീട്ടിലാണ് താമസിക്കേണ്ട, അങ്ങോട്ടിയല്ലേ. പിന്നെ ഞാൻ എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിക്കും. നീ എങ്ങോട്ടേലും പോ, അതിനിപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാം. ഓഹോ, അപ്പൊ എന്റെ കഴുത്തെ താലി കെട്ടിയതോ? താലി കെട്ടിയതിനുള്ള കൂലി നീ എനിക്ക് തന്നല്ലോ. നീ ഒറ്റയെടുത്ത് എല്ലാത്തിനും കാരണം. നീ ശ്രീകാന്ത് ചേർന്നിട്ടല്ലേ ഇത് എന്റെ അച്ഛനെ ലോക്കപ്പിൽ കെട്ടിയെന്ന് ചോദിക്കും. ഇത് കേട്ടൻ രേവതി, സച്ചേട്ടാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്, എനിക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ല, ഞാൻ നിരപരാധിയാന്ന് പറയാം. പിന്നെ നിന്റെ നിരപരാധം തെളിയിക്കാനായിരിക്കും നീ ഇങ്ങോട്ട് വന്നേ. നാടമില്ലാത്തോളെ പോടിന്ന് പറയാണ് അവിടുന്ന്. ഇത് കേട്ടൻ രേവതി പറഞ്ഞു, ഇതേ സച്ചേട്ടാ എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് പറയാം. ദേഷ്യം വന്നാൽ നീ എന്ത് ചെയ്യുന്നു ചോദിക്കണം. പെട്ടെന്ന് രേവതിക്ക് ദേഷ്യം വന്നിട്ട് രേവതിയെ കാറിനിട്ട് അങ്ങോട്ട് ഒന്ന് ഇടിക്കുവാണ്. അതെ, ഇത് എന്റെ കാറാ, നിന്നോട് ആരാ തല്ലാൻ പറഞ്ഞു ഇടിക്കാൻ പറഞ്ഞെന്ന് ചോദിക്കും. അത് വാടാക്കാറല്ലേ, അല്ലാതെ സ്വന്തം ഒന്നും അല്ലോ എന്ന് പറയണം. സച്ചിക്ക് ഒന്നുകൂടെ ദേഷ്യം വന്നു. സച്ചി പറഞ്ഞു, നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ലാന്ന് പറയണം. രേവതി പറഞ്ഞു, ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ, എന്നാ ഒരു കാര്യം ചെയ്യാം, ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാനൊന്നും വരുന്നില്ല. ഇനി എന്റെ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് വന്നേക്കരുത്. എപ്പോഴെങ്കിലും മനസ്സിലാവും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന്. അപ്പൊ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരെ. അപ്പൊ ഞാൻ ഉണ്ടായിട്ട് വേണ്ടേ, എന്റെ വില അന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് രേവതി ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. പെട്ടെന്ന് മഹേഷ് വന്നിട്ട് പറഞ്ഞു, എടാ സച്ചി, നീ എന്ത് പരിപാടിയായി കാണിച്ചേ, നീ എന്തിനാ അവളോട് ദേഷ്യപ്പെട്ടെന്ന് നിൽക്കും. പിന്നെ അവളോട് ദേഷ്യപ്പെടാതെ അവളെ കാണുമ്പോ തന്നെ എനിക്ക് ദേഷ്യം എന്ന് പറയണം. അതെ, നീ ചെയ്ത് ശരിയായിട്ടുള്ള കാര്യമല്ല കേട്ടോ എന്ന് പറയാം. നീ ഒന്നും മിണ്ടായിരിക്കടാന്ന് പറയണം. അപ്പോഴാണ് അവന്റെ ഫോൺ ബെല്ലടിക്കുന്നത് സച്ചിയുടെ. പെട്ടെന്ന് സച്ചി വണ്ടി എടുത്ത് പോകാൻ തുടങ്ങുമ്പോൾ മഹേഷ് ചോദിച്ചു, നീ എങ്ങോട്ടാ എന്ന് ചോദിക്കണം. ഇവിടെ വരെ പോവാന്ന് പറയാം. ശരി, ഞാനും കൂടെ വരാന്ന് പറഞ്ഞ് മഹേഷ് കാരണത്തേക്ക് കയറുവാണ്. ആ സമയം ശ്രീകാന്ത് നേരെ എന്ത് ചെയ്യുവാണ്, ജോലി സ്ഥലത്തേക്ക് വരുവാണ്. അപ്പൊ റെസ്റ്റോറന്റിലേക്ക് വന്നപ്പോ ശ്രീകാന്തിന്റെ കൂട്ടുകാരൻ പ്രസാദ് വന്നിട്ട് പറഞ്ഞു, എടാ നീ എന്തിനാ ഇങ്ങോട്ട് പോന്നേന്ന് ചോദിക്കും. നിനക്ക് 10 ദിവസത്തെ അവധി ഉണ്ടായിരുന്നില്ല, പിന്നെ എന്തിനാ? അതിന്റെ ആവശ്യമൊന്നുമില്ല, വീട്ടിൽ ഇരുന്ന് ബോറടിക്കണമെന്ന് കരുതി പോന്നാ. അല്ല, കല്യാണം കഴിഞ്ഞെന്താ ഇത്ര പെട്ടെന്ന് ബോറടിക്കാനായിട്ട്? അവള് ഡബിങ്ങിന് പോയടാ, അതാന്ന് പറയണം. ഡബിങ്ങിന് പോയ 2 ദിവസം കൊണ്ട്?
അതൊന്നും ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ അങ്ങനെ കഴിഞ്ഞു പറയണം. എന്നാലും നീ നിങ്ങോട് വരണ്ടായിരുന്നു പറയണം. അതെന്താ കാര്യം? എടാ നിന്റെ സച്ചിയേട്ടൻ അന്വേഷിച്ചു വന്നിട്ടുണ്ടായിരുന്നു, ആ പടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയെന്ന് പറയണം. അതാണ് കാര്യം. അത് വലിയ കാര്യമാക്കാൻ ഞാൻ പോകുന്നില്ല. അതെ, നീ ഒരു കാര്യം ചെയ്യേ, നീ നിന്റെ ജോലി ചെയ്യേ, ഞാൻ എന്റെ ജോലി ചെയ്താണെന്ന് പറഞ്ഞ് ശ്രീകാന്ത് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. അപ്പോഴേക്കാണ് ഒരു കാർ അങ്ങോട്ട് വരുന്നത് നിന്നെ. അപ്പം സെക്യൂരിറ്റിക്കാരൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീകാന്ത് അങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. അപ്പൊ സെക്യൂരിറ്റിക്കാരൻ നേരത്തെ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു ശ്രീകാന്ത് വന്നിട്ടുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞിട്ട്. പെട്ടെന്ന് തന്നെ സച്ചി അകത്തേക്ക് കയറി വരുവാണ്. ശ്രീകാന്തിനെ വിളിച്ചോണ്ട് അകത്തേക്ക് കയറി വരുന്നേ. അങ്ങനെ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയ ശ്രീകാന്ത് പെട്ടെന്ന് അങ്ങോട്ട് നിന്നു. സച്ചി അങ്ങോട്ട് വന്നിട്ട് അവന്റെ കർണം തീർത്ത് അങ്ങോട്ട് പൊട്ടിക്കണം. എനിക്കറിയായിരുന്നോ നീ ഇങ്ങോട്ട് വരുമെന്ന്. നിനക്ക് എത്ര ദിവസം പാത്തും പതുങ്ങി നിൽക്കാനായിട്ട് പറ്റും? അധികം നാളൊന്നും നിൽക്കാൻ പറ്റത്തില്ലോ. നീ ഒറ്റ ഒരുത്തം കാരണം എല്ലാത്തിനും പ്രശ്നം. നീ ഒരുത്തിനെ കല്യാണം കഴിച്ചോണ്ട് നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയില്ലടാ. നിനക്ക് എങ്ങനെ തോന്നിയടാ? അച്ഛൻ പോലീസ് ലോക്കപ്പിൽ കിടക്കുന്ന കണ്ടിട്ടും നിനക്കൊരു മനസ്താപം ഉണ്ടായില്ലല്ലേന്ന് ചോദിക്കണം. സച്ചിയേട്ടാ, ഞാന് കൂടുതലൊന്നും നീ പറയണ്ട. നീ ഒറ്റ ഒരുത്തിന് എല്ലാത്തിനും കാരണം. എന്നാലും നിന്റെ അച്ഛനെ കുറിച്ച് അമ്മേനെ കുറിച്ച് നീ ഒരു നിമിഷം എങ്കിലും ചിന്തിച്ചോടാ. നിനക്ക് നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം, അതും അച്ഛനെ നാണം കെടുത്തിയ ഒരാളുടെ മോളെ ഉണ്ടോ നീ കല്യാണം കഴിച്ചേ. ഇതിനേക്കാളും പേര് നീ പോയി തൂങ്ങിച്ചാകുന്നാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തലങ്കം വിലങ്ങും ശ്രീകാന്തിനെ അടിക്കുകയാണ്. പെട്ടെന്ന് മഹേഷ് അങ്ങോട്ട് കയറി വന്ന് തടഞ്ഞു നിർത്തുന്നുണ്ട്. നീ എന്താ കാണിക്കണം എന്ന് ചോദിച്ചോണ്ട് സച്ചിനെ അങ്ങോട്ട് മാറ്റി വിടുകയാണ്. അപ്പൊ റെസ്റ്റോറന്റിലുള്ള ആൾക്കാരൊക്കെ നോക്കി നിൽക്കുവാണ് ഇങ്ങനെ. പെട്ടെന്ന് മഹേഷ് സച്ചിയോട് പറഞ്ഞു, നീ എന്താ സച്ചി കാണിക്കണേ? ഇത് റെസ്റ്റോറന്റാ, ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കല്ലേ, നീ എന്തിനാ ശ്രീകാന്തിനെ തല്ലുന്നേന്ന് ചോദിക്കണം. അപ്പൊ ശ്രീകാന്തിന്റെ കൂട്ടാനും പിടിച്ചോണ്ട് മാറ്റി നിർത്തി. പെട്ടെന്ന് ശ്രീകാന്ത് അവരുടെ എല്ലാം കൈ തട്ടിച്ച് മാറ്റിയിട്ട് പറഞ്ഞു, തല്ലട്ടെ, സച്ചിയാണ് എന്നെ തല്ലി കൊല്ലുവാണോ കൊല്ലട്ടെ എന്ന് പറയണം. പിന്നെ സച്ചി വന്ന് അങ്ങ് അടിക്കുവാണ്. എന്റെ കൺവെട്ടത്ത് പോലെ നിന്നെ കണ്ടേക്കല്ലേ. ഇനിയിപ്പൊ നീ അങ്ങോട്ട് വീട്ടിലേക്കാനും കയറി വന്നാണ്ടല്ലോ, നിന്നെ ജീവനോടെ ഞാൻ വെറുതെ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് സച്ചി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ശ്രീകാന്തിന്റെ അടുത്ത് മഹേഷ് എന്നിട്ട് പറഞ്ഞു, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ശ്രീകാന്തേ? ഇവൻ വരുന്ന കണ്ടപ്പോൾ നിനക്ക് അങ്ങോട്ട് കയറി പോയാൽ പോരായിരുന്നോ? വെറുതെ തല്ലി മേടിച്ചു കൂട്ടാനായിട്ട് നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കുകയാണ്. ശ്രീകാന്ത് ഒന്നും മിണ്ടിയില്ല. ശ്രീകാന്തിന്റെ മുഖത്തൊക്കെ സച്ചി അടിച്ച പാടുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് മഹേഷിനെ കൂട്ടിയിട്ട് സച്ചി നേരെ ബാറിലേക്ക് വരുവാണ്. സച്ചിക്കാണ് ആ ടെൻഷനാ. അങ്ങനെ ബാറിലേക്ക് വന്നിട്ട് മദ്യം വെച്ച് കുടിക്കാനായിട്ട് തുടങ്ങി. ഈ സമയത്ത് മഹേഷ്, ചേട്ടാ നീ വെള്ളം പോലും ഇല്ലാതെയാണ് കുടിക്കുന്നേ. അത് വെള്ളമൊന്നും വേണ്ടാന്ന് പറയാം, ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് വെള്ളം പോയി വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് അവനങ്ങോട്ട് പോവാണ്. ഈ സമയത്താണ് ഒരാൾ വന്നിട്ട് വെച്ച്, അതെ ഞാൻ ഇവിടെ ഇരുന്നോട്ടേന്ന് വെക്കും. അതിനെന്തായിരുന്നു, ഇത് പബ്ലിക് പ്ലേസ് അല്ലേ, ആർക്കും വേണമെങ്കിലും ഇരിക്കാലോ എന്ന് പറയണം. അങ്ങനെ അയാൾ അവിടെ ഇരുന്നു. ഈ സമയം സച്ചി അയാളോട് പറഞ്ഞു, നമ്മുടെ അച്ഛന്മാരൊക്കെ എത്ര കഷ്ടപ്പെട്ടാ നമ്മളെ വളർത്തിയതല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടോ അയാൾ നോക്കി സച്ചിനെ. അതെ, എന്റെ അച്ഛനും അതുപോലെ തന്നെയാ, ഭയങ്കര കഷ്ടപ്പെട്ടാ വളർത്തിയത്. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് അച്ഛന് അത്രമാത്രം സ്നേഹമായിരുന്നു. അവസാനം അച്ഛൻ പോലീസ് ലോക്കപ്പിൽ കയറി, എല്ലാം അവൻ കാരണമാ. ദേ എന്റെ അനിയൻ എന്ന് പറയുന്ന അവൻ, ആ ശ്രീകാന്ത് കാരണം എന്നും പറഞ്ഞുകൊണ്ട് ടേബിളിട്ട് ഒറ്റ അടിയായിരുന്നു. ആ അടിയിൽ തന്നെ അയാൾ എടുത്തു വെച്ച മദ്യോ, സച്ചി ഊറ്റി വെച്ച മദ്യം എല്ലാം കൂടെ താഴേക്ക് പോവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ അയാൾ ഓ ഈ അവന്റെ അടുത്തിരുന്നാ കുടിയൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അയാൾ എന്ത് ചെയ്യാണ്, പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കൊണ്ട് എഴുന്നേറ്റ് പോവാണ്. സച്ചിക്ക് എന്നിട്ടും ദേഷ്യം അങ്ങ് തീരുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ദേഷ്യം വന്നു. പെട്ടെന്ന് ഒരാളും കൂടെ അവിടെ അടുത്തേക്ക് വന്ന് ഇരിക്കാൻ തുടങ്ങുവാണ്. അപ്പൊ തന്നെ മുമ്പേ അവിടെ ഇരുന്ന ആള് പറഞ്ഞതേ, അവന്റെ അടുത്തൊന്നും പോയി ഇരിക്കണ്ട കേട്ടോ, അവന്റെ അടുത്ത് പോയിരുന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം കുടിയൊന്നും നടക്കത്തില്ല, ഇവിടെ എവിടെയെല്ലാം വന്നും ഇരിക്കാൻ പറയണം. അങ്ങനെ അയാൾ എന്ത് ചെയ്യണം, അയാൾ ആ മദ്യം കൊണ്ട് ആദ്യം കണ്ട അയാളുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അവിടെ പോയിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കുവാണ്. ഈ സമയം സച്ചു ഓരോന്നിങ്ങനെ അച്ഛനെ കുറിച്ച് ഓരോന്നിങ്ങനെ പെറുപുറത്തോണ്ടിരിക്കുവാണ്. ശ്രീകാന്ത് ഒറ്റയെടുത്തം കാരണം, ഈ പ്രശ്നത്തിനെല്ലാം കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം എന്ത് ചെയ്തു, ആ മദ്യം എടുത്തോണ്ട് പോയ മനുഷ്യൻ തന്റെ കൂട്ടാണ്ട് പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കുടിക്കുന്നത് കൊള്ളാം, പക്ഷെ ആരും ഓവറായിട്ട് കുടിക്കരുത്, ഓവറായിട്ട് കുടിച്ചാൽ പോലും വീട്ടിൽ ചെന്ന് അലമ്പുണ്ടാക്കലെന്ന് പറയണം. ഇത് കേട്ട് കൂടെ നിന്ന് ഒരുത്തിൻ അതെന്താ അങ്ങനെ പറഞ്ഞേ? അതെ, വീട്ടിൽ ചെന്ന് ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ ആകെപ്പാട് പ്രശ്നവും, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല. ഈ ഭാര്യമാർക്ക് ചില സമയത്തുണ്ടല്ലോ, അവർക്ക് ചിലപ്പോൾ മൂഡ് വേറെ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ അതോടുകൂടി തീർന്നു. ചില സമയത്ത് നിസ്സാര കാര്യം മതി, ഒന്നോ രണ്ടോ വർത്താനം പറഞ്ഞാൽ മതി, അതോടുകൂടി തീർന്നു പറയാണ്. അവര് ചിലപ്പോൾ ആത്മഹത്യ വരെ ചെയ്യും. എന്റെ ഭാര്യ മരിച്ചിരുന്ന് 16 ദിവസമായുള്ളൂ അറിയാവോ. ഇതുപോലെ കുടിച്ചിട്ട് എന്നിട്ട് ഞാൻ എന്റെ വീട്ടിൽ ചെന്നിട്ട് അവളോട് 2 വർത്താനം പറഞ്ഞ അവളൊന്നും നോക്കിയില്ല, നേരെ ഫാനിലേക്ക് കയറി തൂങ്ങിയെന്ന് പറയണം. ഇത് കേട്ടോണ്ട് സച്ചിയുടെ മനസ്സ് ആകെപ്പാടെ ടെൻഷനായി. ദൈവമേ, രേവതിയോട് താൻ അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടെ, എന്താന്ന് അറിയത്തില്ല. ആകെപ്പാടെ ടെൻഷനായി സച്ചി ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. അല്ല, നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.